കുഞ്ഞുണ്ടാകാൻ പീഡിപ്പിച്ചു. ലോക പീഡന ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ. കുഞ്ഞുണ്ടാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു. വാവ്, എന്തൊരു പീഡനമാണ് അല്ലേ? ഈ വ്യാജ ജീവിതയോട്, അതായത് അതിജീവിത എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ച പെൺകുട്ടികളെയും യഥാർത്ഥ പരാതികളുള്ള പെൺകുട്ടികളെ ആയിരിക്കണം. ഈ പെൺകുട്ടി വ്യാജ അതിജീവിതയാണ്, അതുകൊണ്ട് നമുക്ക് വ്യാജ ജീവിത എന്ന് വിളിക്കാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചാറ്റ് അല്ലേ? അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ്, നമുക്ക് കുഞ്ഞ് വേണമെന്നല്ലേ? നമുക്ക് യഥാർത്ഥത്തിൽ കുഞ്ഞ് വേണമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയാൻ അപാരമായ തൊലിക്കട്ടിയും വഞ്ചനാ മനോഭാവവും കള്ളത്തരവും വേണ്ടേ? അതായത് ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ പറ്റിച്ചു, കാമുകനെ വഞ്ചിച്ചു, എന്നിട്ട് വ്യാജ പരാതിയും കൊടുത്തു. ഈ എന്തൊരു ഉളിപ്പില്ലായ്മയാണ്. ചിലപ്പം പോലീസുകാർ എഴുതി ചേർക്കുന്നതായിരിക്കും കേട്ടോ, നമുക്ക് അതും പറയാൻ പറ്റില്ല. പോലീസുകാര് കേസിന് സ്ട്രെങ്ത് ഉണ്ടാകത്തേ എന്ന് പറഞ്ഞ് നമ്മുടെ കാണുന്നത് പോലെ ചിലപ്പോൾ എഴുതി ചേർക്കുന്ന ചാൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പേരിലാണ് എന്തായാലും വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കുലർ നോട്ടീസ് പുറത്തിറക്കി പോലീസുകാരെല്ലാം ചെയ്യുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡീറ്റെയിൽസ് ആണേ. നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആറിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നോക്കാം. ആദ്യത്തെ ഒരു ചോദ്യം ഈ വ്യാജ ജീവിതയോട് ചോദിച്ചോട്ടെ. അപ്പോ ഈ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു കുട്ടി ഉണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലെ കുട്ടിയാണോ ഈ പെൺകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്തു കുട്ടിയെ ഉണ്ടാക്കി നഗ്നചിത്രങ്ങൾ പരത്തിയ വ്യക്തിയോടെയാണോ ഇത്രയും ഇന്റിമസിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും സ്നേഹത്തോടെയും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് പറയുന്നതും, ഇത്രയും കരുതലും സ്നേഹവും ഇഷ്ടവും എനിക്ക് ഈ പ്രണയം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നതും എല്ലാം ഈ നിർബന്ധിച്ച് റേപ്പ് ചെയ്തവനാണോ? പറയുന്ന കള്ളത്തിന് എന്തെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഈ ഉളുപ്പിന് ഉളുപ്പെന്നൊരു കാര്യമുണ്ട്. ഉളുപ്പിന് പോലും ഉളുപ്പില്ലായ്മ തോന്നുന്നൊരു കാര്യം പറയുമ്പോൾ ഇനി ആ എഫ്ഐആറിലെ വിവരങ്ങളാണ്. ഗൗരവമായ വിവരങ്ങളാണ്, ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ. അതായത് ഏതെങ്കിലും ആരോപണങ്ങൾ വന്നാൽ അതിനെ ശരിവെക്കാൻ മാധ്യമങ്ങൾ കൊടുക്കുന്ന വ്യാജ പേരാണ് വെളിപ്പെടുത്തലുകൾ. തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ അടക്കം 3 വെച്ച് ബലാത്സംഗം ചെയ്തു. ഭർത്താവിനെ വഞ്ചിച്ച, കാമുകനോട് അത് പറയാതെ, ഭർത്താവ് ഉണ്ടെന്ന് പറയാതെ ബന്ധം സ്ഥാപിച്ച കാമുകനുമായി പ്ലാൻ ചെയ്ത് 1 മാസം ലൈംഗികതയിൽ ഏർപ്പെടുന്ന നിന്നെ റേപ്പ് ചെയ്തു എന്നാണോ പറയണേ? മിനിമം ഉളുപ്പ്, എന്തെങ്കിലും ഒരു മിനിമം ഉളുപ്പ്. 3 സ്ഥലത്ത് വെച്ച് റേപ്പ് ചെയ്തു. അതായത് ബന്ധപ്പെട്ടു എന്നുള്ളതിനെല്ലാം മാറ്റി ഇപ്പം ബലാത്സംഗം ആക്കി. അതായത് പരസ്പര സമ്മതത്തോടെ സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം ഇപ്പം ബലാത്സംഗം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആണല്ലോ. എന്നിട്ട് സ്വകാര്യ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി, നഗ്ന ചിത്രങ്ങൾ വീഡിയോയിൽ പകർത്തിയത് വളരെ രസകരമായ വകുപ്പാണ്. എന്താ ചെയ്യുന്നതെന്നറിയാം? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോൺ പിടിച്ചെടുക്കാൻ പോലീസുകാർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. മിക്കവാറും പോലീസ് ബുദ്ധി തന്നെയാണ്. അതായത് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആരുടെയെങ്കിലും ഫോൺ പിടിച്ചെടുക്കാൻ പോലീസിന് ഗ്യാപ്പ് ഉണ്ടാകും. ഇത് സ്ഥിരം ചെയ്യുന്ന ഒരു ഉടായ്പ നമ്പറാണ്. അത് അഡ്വക്കേറ്റ് ബുദ്ധിയിൽ നിന്നും പോലീസ് ബുദ്ധിയിൽ നിന്നുമാണ്. അങ്ങനെ നഗ്നചിത്രങ്ങൾ പരത്തിയ ഒരാളുടെ കുട്ടിയെ വേണമെന്നാണോ ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെ നഗ്നചിത്രങ്ങൾ പരത്തി ഭീഷണിപ്പെടുത്തിയ ഒരാളുടെ പുറകിലായിരുന്നു ഈ കുട്ടി പൊക്കോണ്ടിരുന്നത്. ഈ കുട്ടിയെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? നിന്നെ റേപ്പ് ചെയ്ത് പ്രഗ്നന്റ് ആക്കിയതാണെങ്കിൽ അയാളുടെ കുട്ടി വെക്കണമെന്നാണോ നീ പറയുന്നത്? അല്ലെങ്കിൽ നിന്നെ നഗ്നചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ഒരാളുടെ കുട്ടി വേണമെന്നാണോ ഈ കുട്ടി നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നത്? എന്തൊരു കള്ളമാണെന്ന് നോക്കി. എനിക്കത് കാണുമ്പോൾ ആട്ടിമുടി ചൊറഞ്ഞു വരുന്നത്. 2025 മാർച്ച് 4 പരാതിക്കാരിയുടെ ഫ്ലാറ്റിൽ വെച്ച് ദേഹോദ്രവം ഏൽപ്പിച്ചു. മാർച്ച് മുഴുവൻ നമുക്ക് ലൈംഗികത പ്ലാൻ ചെയ്യാം, മാർച്ച് മുഴുവൻ നമുക്ക് സെക്സ് ചെയ്യാം, നീ തയ്യാറാവ്, നമ്മൾ കുട്ടികൾ ഉണ്ടാക്കാം എന്ന് പ്ലാൻ ചെയ്തല്ലേ ചെയ്തത്? അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെ റേപ്പെന്നാണോ ഇപ്പം വിളിക്കുന്നത്? ആണും പെണ്ണും കൂടെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് വാട്സപ്പിലടക്കം സംസാരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ ഇപ്പം പീഡനമെന്നാണോ വിളിക്കുന്നത്? 2025 മാർച്ച് 17 പരാതിക്കാരിയുടെ ഫ്ലാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. എന്ത് തെളിവാണല്ലോ? ചുമ്മാ അങ്ങ് പറയുക. നഗ്നചിത്രങ്ങൾ പരത്തി എന്ത് തെളിവ് കൊടുക്കണം? ഒരു തെളിവും കൊടുക്കണ്ട. ഇത് വളരെ തന്ത്രപൂർവമായ ഒരു സ്റ്റെപ്പാണ്. ഇത് പലരും അറിഞ്ഞിരിക്കണം. അതായത് പോലീസുകാരും അഡ്വക്കേറ്റുകളും സ്ഥിരം ഇടുന്നൊരു നമ്പറാണ് നഗ്നചിത്രങ്ങൾ പകർത്തി എന്ന് പറയുന്നത്. അതിന്റെ റീസൺ ആ വ്യക്തിയുടെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള പോലീസിന്റെ കള്ള വഴിയാണ്. എന്നിട്ട് പിന്നീട് ഈ പെൺകുട്ടി എന്ത് ചെയ്താലും അത് ആ നഗ്നചിത്രങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഈ നഗ്നചിത്രങ്ങളൊക്കെ പകർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടെ ജീവിക്കണമെന്നാണോ ഈ പെൺകുട്ടി ആഗ്രഹിച്ചത്? ഈ നഗ്നചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുട്ടിയെ വേണമെന്നാണോ ഈ പെൺകുട്ടി ആഗ്രഹിച്ചത്?
അതുകൊണ്ട് എന്നിട്ട് പാലക്കാട് 2025 മെയ് മാസത്തിൽ 2 തവണ പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. ഇനി സമ്മതത്തോടു കൂടി കിടന്നിട്ട് സമ്മതത്തോടു കൂടി പരസ്പര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിനെ ബലാത്സംഗം എന്ന് വിളിക്കാൻ കുറച്ചെങ്കിലും ഉളുപ്പും നാണവും മാന്യതയും വേണം. കുറച്ചെങ്കിലും ഉളുപ്പും നാണവും മാന്യതയും വേണം. അതിക്രമിച്ച് കിടക്കൽ IT നിയമപ്രകാരമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പിന്നെ സുഹൃത്തിന്റെ സഹായത്തോടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി വിസമ്മതിച്ചപ്പോൾ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കഴിപ്പിച്ചു. നമ്മളെല്ലാം കേട്ടതല്ലേ ഈ പെൺകുട്ടി പറയുന്നത്. വാട്സപ്പ് കോളിൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ആയിട്ടൊന്ന് വഴി വാട്സപ്പ് കോളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞിട്ടാ കഴിച്ചതെന്ന്. ഇപ്പം കാറ് കയറ്റിക്കൊണ്ടുപോയിന്ന് ആയി പറയണത്. മൊഴികൾ മാറുകയല്ലേ. എന്തൊരു കള്ളമാണ്. ആരെയാ പറ്റിക്കാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളങ്ങളുടെ പെരുമഴ വന്നാലും നമ്മുടെ പൊതുജനം അതിനെ പ്രതിരോധിക്കും. ഇതിനപ്പുറമുള്ള സരിതകളുടെ കള്ളം നമ്മൾ കണ്ടിട്ടുണ്ട്. വീണ്ടും ഒരു ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ കേരളം അനുവദിക്കരുത്. നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടണം. അത് രാഷ്ട്രീയമല്ല. രാഹുൽ ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും നമ്മൾ പോരാടണം. ഇനിയും ഒരു ഉമ്മൻചാണ്ടി സാറിന്റെ വേട്ടയാടൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടാകരുത്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ശക്തമായ പിന്തുണ. നമ്മൾ തമ്മിൽ 100 കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം കാണും. സമുദായത്തിന്റെ കാര്യത്തിൽ കാണും, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കാണും, സ്ത്രീപക്ഷ വിഷയത്തിന്റെ കാര്യത്തിൽ കാണും. പക്ഷേ ഒരു ചെറുപ്പക്കാരനെ, കഴിവുള്ള ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനെ തടയാൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന തിരിച്ചറിവിൽ അതിശക്തമായ ഒരു പോരാട്ടം നമുക്ക് നയിക്കണം. ജയ് ഹിന്ദ്.